ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന 10th പ്രിലിമിനറിയുടെ ഒരു 50-day ടൈം ടേബിളാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ആഴ്ച നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് 22ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ആഴ്ചയിലെ ടൈം ടേബിളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെയൊക്കെ PDF-കളും ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. പിന്നെ ആ PDF വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ക്ലാസ് കേട്ടിട്ട് ആ PDF നോക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ്സും ഓർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ക്ലാസ് കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശബ്ദത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രകാശമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പ്രകാശത്തെ പറ്റിയുള്ള പഠനം ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് ഇതാണ് അല്ലേ. പ്രകാശത്തെ പറ്റിയുള്ള പഠനമാണ് എന്ത്, ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രകാശത്തെ പറ്റിയുള്ള പഠനമാണ് എന്ത്, ഒപ്റ്റിക്സ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണ്ട, മാധ്യമം ആവശ്യമില്ല. എന്നാൽ ശബ്ദത്തിന് മാധ്യമം ആവശ്യമായിരുന്നു. പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണ്ട, മാധ്യമം ആവശ്യമില്ല. അതുകൊണ്ട് പ്രകാശം എന്താ, ശൂന്യതയിലൂടെയും സഞ്ചരിക്കും. പ്രകാശത്തിന് ഏറ്റവും വേഗത കൂടുതലുള്ളത് ശൂന്യതയിലാണ്. വേഗത കൂടുതലുള്ളത് എവിടെയാണ്, ശൂന്യതയിലാണ്. എന്നാൽ വേഗത കുറവുള്ളത് വജ്രത്തിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്, ഏറ്റവും കുറവ് വേഗതയുള്ളത് എവിടെയാണ്, വജ്രത്തിലുമാണ്. അപ്പോൾ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്, ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വേഗത എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ലിയോൺ ഫുക്കാർട്ട്. വേഗത കൂടുതൽ ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്, ലിയോൺ ഫുക്കാർട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു വേഗത കൂടുതലാണെങ്കിൽ പ്രാകാശിക സാന്ദ്രത എന്ന് പറയുന്നത് കുറവായിരിക്കും. പ്രകാശത്തിൻ്റെ സാന്ദ്രത, പ്രകാശ സാന്ദ്രത എന്ന് പറയും. വേഗത കൂടിക്കഴിഞ്ഞാൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. വേഗത കൂടിക്കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ സാന്ദ്രത എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. അതായത് ഏറ്റവും കുറവ് സാന്ദ്രത, ഏറ്റവും കൂടുതൽ പ്രകാശ സാന്ദ്രതയുള്ളത്, ഏറ്റവും കുറവ് പ്രകാശ സാന്ദ്രതയുള്ളത് ഏതിലായിരിക്കും, ശൂന്യതയിലായിരിക്കും. ഇവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രകാശ സാന്ദ്രതയുള്ളത് വജ്രത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ വേഗതയുടെ ഓർഡർ എങ്ങനെയാണ്, വേഗതയും സാന്ദ്രതയും തമ്മിൽ റിവേഴ്സാണ്. വേഗതയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ വായുവിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെയാണ് വായു, ജലം, ഗ്ലാസ്, വജ്രം. ഈ ഒരു ഓർഡറാണ് ഉള്ളത്. വായു, ജലം, ഗ്ലാസ്, വജ്രം. ഇത് വേഗതയുടെ ഓർഡറാണ്. അപ്പോൾ സാന്ദ്രത, പ്രകാശ സാന്ദ്രതയുടെ ഓർഡർ ഇതിൻ്റെ നേരെ തിരിച്ചായിരിക്കും. എന്താ, വജ്രത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ, പിന്നെ ഗ്ലാസ്, പിന്നെ ഏതാണ്, പിന്നെ ജലം. ഏറ്റവും കുറവായിരിക്കും ഏതിനുണ്ടാവുക, വായുവിനുണ്ടാവുക. ഇതാണ് വേഗതയുടെ ഓർഡർ, ഇതാണ് സാന്ദ്രതയുടെ ഓർഡർ. ഏതിൻ്റെ, പ്രകാശത്തിൻ്റെ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. അപ്പോൾ ശൂന്യതയിലെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായിട്ട് കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് റോമർ. ആരാണ്, റോമറാണ്. എന്നാൽ അതൊരു കൃത്യമായിട്ടുള്ള അളവായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ വേഗത കൃത്യമായി കണക്കാക്കിയത് ആരാ, ആൽബർട്ട് എ മെക്കൻസൺ ആണ്. കൃത്യമായി വേഗത കണക്കാക്കിയത് ആൽബർട്ട് എ മെക്കൻസൺ ആണ്. വേഗത ആദ്യമായി കണക്കാക്കിയത് റോമറുമാണ്. ഇനി പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം, പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേഗത കൂടിയ കണം ഏതാണ്, ടാക്കിയോൺ ആണ്. ഈ ടാക്കിയോൺ കണ്ടുപിടിച്ചത് ആരാ, സുദർശൻ. ECG സുദർശനാണ് ടാക്കിയോൺസ് കണ്ടെത്തിയത് ECG സുദർശനാണ്. ഇനി പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്ന് പറയുന്നത് ഏതാ, ഫോട്ടോൺ ആണ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം, ക്വാണ്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്, ഈ ഫോട്ടോൺ ആണ്. അടിസ്ഥാന കണമാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്. പ്രകാശം അനുപ്രസ്ഥം. എന്നാൽ ശബ്ദം എന്തായിരുന്നു, അനുദൈർഘ്യ തരംഗമായിരുന്നു. ഇത് പ്രകാശം എന്ന് പറയുന്നത് എന്താണ്, അനുപ്രസ്ഥ തരംഗമാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്, 500 സെക്കൻഡ്. ഇത് ഇങ്ങനെയായിട്ടൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. 500 സെക്കൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്തും കൂടെ വിളിക്കാം, 8
8 മിനിറ്റ് 20 സെക്കൻഡ്. ഇങ്ങനെയും നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, 500 സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എത്ര സമയം വേണം? അത് 1.3 സെക്കൻഡ് മതി. 1.3 സെക്കൻഡാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്, പ്രകാശ തീവ്രത ഏത് യൂണിറ്റിലാണ് നമ്മൾ പറയുക? കാൻഡിലയാണ്. കാൻഡില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയാണ്. എന്നാൽ പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ്, പ്രകാശ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് എന്താ? ആങ്സ്ട്രം ആണ്. ആങ്സ്ട്രം ആണ്. അല്ലെങ്കിൽ നമുക്ക് മീറ്ററിലോ നാനോമീറ്ററിലോ ഒക്കെ പറയാം. ആങ്സ്ട്രം ആണ് മെയിനായിട്ടുള്ള യൂണിറ്റ്. ഇനി അതേപോലെ തന്നെ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം, ഇതെല്ലാം പ്രകാശവുമായി ബന്ധപ്പെട്ടാണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാ? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ഓക്കെ, ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. എന്നാൽ പ്രകാശം ഒരു വൈദ്യുതകാന്തിക തരംഗമാണ് എന്ന് തെളിയിച്ചത്, പ്രകാശം എന്ന് പറയുന്നത് ഒരു വൈദ്യുതകാന്തിക തരംഗമാണ് എന്ന് തെളിയിച്ചത് ആരാണ്? പ്രകാശം ഒരു വൈദ്യുതകാന്തിക തരംഗമാണ് എന്ന് തെളിയിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സ് ആണ് പ്രകാശം ഒരു വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് എന്ന് തെളിയിച്ചത്. ഇതാണ് കേട്ടോ, പ്രകാശം ഒരു വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് എന്ന് തെളിയിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂട്ടൺ ആണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ന്യൂട്ടൺ ആണ്. അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ 7 വർണ്ണങ്ങളുണ്ട് എന്ന് തെളിയിച്ചതും ആരാണ്? ഐസക് ന്യൂട്ടൺ തന്നെയാണ്. ഇനി ഈ ഘടകവർണ്ണങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സമന്വിത പ്രകാശം ലഭിക്കും എന്ന് തെളിയിച്ചതും ഐസക് ന്യൂട്ടൺ ആണ്. അതായത് സൂര്യപ്രകാശത്തിന് 7 കളറുകളാണ് ഉള്ളത്. ഈ 7 കളറുകളും കൂടി വീണ്ടും കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സമന്വിത പ്രകാശം ലഭിക്കും എന്ന് പറഞ്ഞതും ന്യൂട്ടൺ ആണ്. കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ന്യൂട്ടൺ ആണ്. ഇനി അതേപോലെ തന്നെ ക്വാണ്ടം സിദ്ധാന്തം, പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. ഓക്കെ, മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇനി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അല്ലെങ്കിൽ അന്തർദേശീയ പ്രകാശവർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം, അന്താരാഷ്ട്ര പ്രകാശവർഷം, അന്തർദേശീയ പ്രകാശവർഷമായിട്ട് ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 ആണ്. 2015 പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇനി ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം, ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ് ആണ്. ഇനി പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങൾ, പ്രകാശ പ്രതിഭാസങ്ങളാണ് നമുക്ക് ഓരോന്ന് പഠിക്കാനുള്ളത്. നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തതാണ് എന്ത്? പ്രതിപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രതിപതനം എന്ന് പറഞ്ഞാൽ ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയിട്ട് ഈ പ്രകാശരശ്മി എങ്ങോട്ടേക്കാണ് തിരിച്ചു വരിക, അതേ പ്ലെയിനിൽ തന്നെ തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഈ പ്രതിപതനം എന്ന് വിളിക്കുക. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രതിപതനം. അപ്പോൾ ഈ പ്രതിപതനം തന്നെ എന്തുണ്ട്? ക്രമമായിട്ടുള്ള പ്രതിപതനമുണ്ട്, അതുപോലെ തന്നെ വിസരിത പ്രതിപതനമുണ്ട്. ക്രമമായിട്ടുള്ളതുകൊണ്ട് വിസരിത പ്രതിപതനമുണ്ട്. അപ്പോൾ നമുക്കതിന് മുന്നേ തന്നെ ഈ റേനെ നമ്മൾ പറയുന്നത് വന്ന് ഇടിക്കുന്ന ഈ ഒരു ഇതിൽ സർഫസിൽ വന്ന് പതിക്കുന്ന ആ റേയെ നമ്മൾ പതനരശ്മി എന്നാണ് വിളിക്കുക. ഇതിനെ പതനരശ്മി എന്ന് വിളിക്കും. പതനരശ്മി. ഇതാണെങ്കിൽ പ്രതിപതന രശ്മി തിരിച്ചു പോകുന്നത് പ്രതിപതന രശ്മി. അപ്പോൾ ഇതിനെ നമ്മൾ പതന കോണെന്നും ഇതിനെ പ്രതിപതന കോണെന്നും വിളിക്കും. ഓക്കെ, പതനരശ്മി എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് റേയും അതുപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേയും. അപ്പോൾ ഇത് തന്നെ 2 തരത്തിലുള്ള പ്രതിപതനമുണ്ട്. എന്താ? ക്രമപ്രതിപതനമുണ്ട്, വിസരിത പ്രതിപതനമുണ്ട്. ക്രമമായിട്ടുള്ള ക്രമപ്രതിപതനമുണ്ട്, വിസരിത പ്രതിപതനമുണ്ട്. അത് മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയിട്ടാണ് പ്രതിപദിക്കുന്നതെങ്കിൽ അതിനെ ക്രമമായിട്ട് മിനുസമുള്ള പ്രതലത്തിൽ തട്ടി ക്രമമായി പ്രതിപദിക്കുന്നതിനെ ക്രമപ്രതിപതനം എന്ന് വിളിക്കും. എന്നാൽ മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? വിസരിത പ്രതിപതനമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ക്രമപ്രതിപതനം നടക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? കണ്ണാടി. ഓക്കെ, കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈല്, അതുപോലെ തന്നെ സ്റ്റീൽ പാത്രം.
ഓക്കെ, സ്റ്റീൽ പാത്രം. അതൊക്കെയാണ് എന്ത്? ക്രമപ്രതിപതനം. വിപരീതം എന്ന് വെച്ചാൽ മിനുസമല്ലാത്ത പ്രതലത്തിൽ തട്ടി പ്രതിപദിക്കുന്നതിനെ നമ്മൾ പറയാം. ഇനി ഈ സിനിമാ ഹാളിലൊക്കെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം, സിനിമാ തിയേറ്ററിലൊക്കെ ഈ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപതനമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്താണ് അപവർത്തനം. അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ അകന്നു പോവും, അല്ലെങ്കിൽ അടുത്ത് വരും. ആ പാതയ്ക്കുണ്ടാകുന്ന ആ വ്യതിയാനത്തെയാണ്, പ്രകാശപാതയ്ക്കുണ്ടാകുന്ന ആ വ്യതിയാനത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുക. ഇത് അതേ പ്ലെയിനിൽ തന്നെയാണ്, അതേ മാധ്യമത്തിൽ തന്നെയാണ് ഇത്. അപ്പോൾ ഈ വന്നിടിക്കുന്നതിന് പതന രശ്മി എന്നും ഇതിന് പ്രതിപതന രശ്മി എന്നും ഇതിനെ ലംബം എന്നുമാണ് വിളിക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ കണ്ടോ, ഈ ഒരു മാധ്യമത്തിൽ നിന്ന്, ഇത് ഒന്നാമത്തെ മാധ്യമം, ഇത് രണ്ടാമത്തെ മാധ്യമം, ഒരു മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടായി. അതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുക. അപ്പോൾ അപവർത്തനത്തിനുള്ള എക്സാമ്പിളുകൾ, ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്താണ്? അപവർത്തനമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സൂര്യോദയത്തിന് മുമ്പും അതുപോലെ സൂര്യാസ്തമയത്തിന് ശേഷവും നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണം, സൂര്യോദയത്തിന് 2 മിനിറ്റ് മുമ്പും അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് 2 മിനിറ്റ് ശേഷവും നമുക്ക് ആ സൂര്യനെ അവിടെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അപവർത്തനം മൂലമാണ്. ഇനി മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം, മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാവാൻ കാരണം ഏത് തന്നെയാണ്? അപവർത്തനം തന്നെയാണ്. ഇനി എന്താണ് ബാർബിൾസ്? ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ബാർബിൾസ് എന്ന് പറഞ്ഞാൽ? മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മ കണികകൾ, മയിൽപീലിയിൽ കാണപ്പെടുന്ന മയിൽപീലിയിൽ കാണപ്പെടുന്ന ആ വ്യത്യസ്ത വർണ്ണത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മ കണികകളെ നമ്മൾ ബാർബിൾസ് എന്ന് വിളിക്കും. ബാർബിൾസ്. ഇനി എന്താണ് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ശൂന്യതയിലുള്ള വേഗതയും ആ മാധ്യമത്തിലെ വേഗതയും തമ്മിലുള്ള അനുപാതമാണ്. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗത 3 × 10⁸ നമ്മൾ പറഞ്ഞു. അപ്പോൾ ശൂന്യതയിലെ വേഗതയും അതേപോലെ തന്നെ മാധ്യമത്തിലെ, ഏത് മാധ്യമമാണ് എടുക്കുന്നത്, ആ മാധ്യമത്തിലെ വേഗതയും തമ്മിലുള്ള ആ അനുപാതത്തിനെയാണ് നമ്മൾ അപവർത്തനാങ്കം എന്ന് പറയുക. ഈ അപവർത്തനാങ്കം ഏറ്റവും കൂടുതലുള്ള ആർക്കാ? വജ്രത്തിനാണ് അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞു, ഈ പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അതിന് വ്യതിയാനം ഉണ്ടാവും. അതിപ്പോൾ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നാണ്, ഇത് കുറവ് ഇത് കൂടുതലാന്ന് വിചാരിക്കുക. കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഈ അപവർത്തന രശ്മി, ഈ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കും. ഓക്കെ, ഈ ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുക. അടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് കുറവ്, ഇത് കുറഞ്ഞ മാധ്യമമാണ്. അപ്പോൾ അതിലേക്ക് ഒരു പ്രകാശരശ്മി വന്നു, ഇതാണ് നമ്മുടെ ലംബം. അതിനോട് അടുക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോവുക? അടുത്ത് പോകും. ഇതാണെങ്കിൽ അകന്നു പോയി. കണ്ടോ, ഇതാണ് ലംബം. ഈ ലംബത്തിൽ നിന്ന് അകന്നു. കണ്ടോ, ഇത്രയും അകന്നു, ലംബത്തിൽ നിന്ന് ഇത്രയും അകന്നു, ഇത് ലംബത്തോട് അടുത്തു. അപ്പോൾ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ലംബത്തോട് അടുക്കും. എന്നാൽ ഇത് കൂടിയതാണെന്ന് വിചാരിക്കുക. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണെങ്കിൽ ലംബത്തിൽ നിന്ന് അകലും. ലംബത്തിൽ നിന്ന് പ്രകാശരശ്മി എന്താ ചെയ്യുക? അകലും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാവും. അതിപ്പോൾ സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോൾ അകന്നു പോവും, കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വരുമ്പോൾ അടുത്ത് വരികയും ചെയ്യും. ഓക്കെ, ഇനി അടുത്താണ് എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം? പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, പൂർണ്ണാന്തരിക പ്രതിപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു മാധ്യമത്തിൽ നിന്ന് രശ്മി മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അതെന്താ? അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടായിട്ട് ഇതാണ് ഇൻസിഡൻറ്റ് റേ എന്ന് വിചാരിക്കുക. ഈ ഇൻസിഡൻറ്റ് റേ പല രീതിയിൽ ഇവിടെ അങ്ങനെ വ്യതിയാനം സംഭവിക്കാം അല്ലേ? ഈ വ്യതിയാനം ഇത്രയാവാം, ചിലപ്പോൾ ഇതിനേക്കാൾ ഇവിടേക്ക് കൂടാം. അങ്ങനെ കൂടി ചിലപ്പോൾ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയിൽ അത് പ്രതിപദിച്ച് പോവുകയാണ്. അല്ലെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. 90 ഡിഗ്രിയിൽ അത് പ്രതിപദിച്ച് പോവുകയാണെങ്കിൽ ആ 90 ഡിഗ്രി വരുന്ന ആ കോണിനെ കണ്ടോ, ആ ഇൻസിഡൻറ്റ് ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. അപവർത്തന രശ്മി അല്ലെങ്കിൽ അപവർത്തന കോൺ, ഇതാണല്ലോ നമ്മുടെ R എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ I എന്ന് പറയുന്നത്. ഈ R എന്ന് പറയുന്നത് 90 ഡിഗ്രി വരുന്ന, R 90 ഡിഗ്രി ആകുമ്പോഴുള്ള ഇൻസിഡൻറ്റ് ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. ഇനി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ഒരു ആംഗിളിലാണ് ഈ രശ്മി ഇവിടെ വന്ന് പതിക്കുന്നത് എന്ന് വിചാരിക്കുക.
ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിൽ ഈ രശ്മി ഇവിടെ വന്ന് പതിച്ചാൽ ഇതിന് എന്ത് സംഭവിക്കില്ല? അപവർത്തനം സംഭവിക്കില്ല. തിരിച്ചത് അതേ മാധ്യമത്തിൽ തന്നെ പ്രതിപതിച്ചു പോകും. അതിനെയാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയാം. ഓക്കെ, പ്രാകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് വരുമ്പോൾ കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഈ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ അത് പ്രതിപതിച്ചു പോകുന്നതിനെ പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് വിളിക്കും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ, ഈ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താ? ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അതേപോലെ തന്നെ എൻഡോസ്കോപ്പിയിൽ പ്രവർത്തികമായിരിക്കുന്നത് ഏത് തത്വ? ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് എൻഡോസ്കോപ്പിയിൽ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളൊക്കെ വീക്ഷിക്കുവാനായിട്ട് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മൾ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രതിഭാസം ഏത് തന്നെയാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അപ്പോൾ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എൻഡോസ്കോപ്പിയിൽ ഉള്ളത്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ പ്രവർത്തിക്കുന്നതൊക്കെ എന്ത് വഴിയാണ്? ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ്. ഇനി ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവാണ് ആര്? നരീന്ദർ സിംഗ് കപാനി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരീന്ദർ സിംഗ് കപാനിയാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് വിഭങ്കനം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഡിഫ്രാക്ഷൻ വിഭങ്കനം മീൻസ് ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം. പ്രകാശം എന്താ ചെയ്യുന്നത്? വളയുകയോ വ്യാപിക്കുകയോ അല്ലെങ്കിൽ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് വിഭങ്കനം. സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കളെ ചുറ്റിയിട്ടാണ് പ്രകാശത്തിൻ്റെ വളയുന്നതോ അല്ലെങ്കിൽ വ്യാപിക്കുന്നതോ ആയ പ്രതിഭാസത്തെയാണ് വിഭങ്കനം എന്ന് വിളിക്കുക. അപ്പോൾ ഈ സൂര്യന് ചുറ്റും കാണുന്ന വലയം, അതിന് കാരണം എന്താ? വിഭങ്കനമാണ്. CD-യിൽ കാണപ്പെടുന്ന മഴവില്ല് പോലത്തുള്ള നിറം, അത് വിഭങ്കനമാണ്. അതുപോലെ തന്നെ നിഴലുകളുടെ അരിക് അവ്യക്തവും ക്രമരഹിതവും ആവാൻ കാരണം എന്താ? വിഭങ്കനമാണ്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. സൂര്യന് ചുറ്റുമുള്ള വലയം, CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറം, നിഴലുകളുടെ അരിക് അവ്യക്തവും ക്രമരഹിതവും ആവാൻ കാരണമൊക്കെ എന്താണ്? വിഭങ്കനമാണ്. ഇനി വ്യതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് ആണ്. ഇൻ്റർഫറൻസ് നമ്മൾ ഇൻ്റർഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കൂട്ടിമുട്ടിക്കലാണ്. അതായത് ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുകയാണെങ്കിൽ, രണ്ടോ അതിലധികം ഒന്നിലേറെ പ്രകാശരശ്മികൾ ഒരു ബിന്ദുവിലൂടെ കൂടിച്ചേരുമ്പോൾ, ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ, ഒന്നില്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് എന്ത്? വ്യതികരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നിലധികം പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ ആ പരിണിത തരംഗത്തിൻ്റെ ആയതി കൂടുകയോ കുറയുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് എന്ത്? വ്യതികരണം. അപ്പോൾ ഈ സോപ്പ് കുമിളകൾ, വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലൊക്കെ കാണപ്പെടുന്ന വർണ്ണരാജി, ആ വർണ്ണങ്ങൾക്ക് കാരണം എന്താ? ഇൻ്റർഫറൻസ് ആണ്. സോപ്പ് കുമിളയിലും അതുപോലെ തന്നെ ഈ വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന എണ്ണപ്പാളികളിലൊക്കെ കാണപ്പെടുന്ന ആ നിറം, അതിന് കാരണം വ്യതികരണമാണ്. ഇനി അടുത്താണ് സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷവായുവിലുള്ള പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള ദിശാവ്യതിയാനം. പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന വ്യതിയാനമാണ്. പൊടിപടലങ്ങളിൽ തട്ടിയുള്ള വ്യതിയാനം, പ്രകാശത്തിൻ്റെ വ്യതിയാനം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിസരണം എന്ന് വിളിക്കുക. അപ്പോൾ ആകാശത്തിൻ്റെ നീല കളർ, അതുപോലെ കടലിൻ്റെ നീല കളർ, അതിനൊക്കെ കാരണം വിസരണമാണ്. അപ്പോൾ ആകാശത്തിൻ്റെ നീല നിറം വിശദീകരിച്ചത് ആരാ? ലോർഡ് റെയ്ലിയാണ് കേട്ടോ. ആകാശ നീലിമ വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലോർഡ് റെയ്ലി. അതുപോലെ തന്നെ കടലിൻ്റെ നീല കളർ അത് വിശദീകരിച്ചത് ആരാ? CV രാമൻ. കടലിൻ്റെ നീല കളർ. അതുപോലെ തന്നെ ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറം, ചക്രവാളത്തിൽ കാണപ്പെടുന്ന ആ ചുവപ്പ് നിറത്തിന് കാരണം എന്താ? വിസരണമാണ്. ഓക്കെ, അപ്പോൾ ഇനി വിസരണം ഏറ്റവും കൂടുതൽ ഈ ദൃശ്യപ്രകാശത്തിലെ വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റാണ്. വയലറ്റ് കളറാണ് കേട്ടോ. വിസരണം ഏറ്റവും കൂടുതലുള്ളവർക്ക് വയലറ്റ് കളറിനാണ്. എന്നാൽ ഏറ്റവും കുറവുള്ളത് ചുവപ്പിനാണ്. ഏറ്റവും കൂടുതൽ വിസരണമുള്ളത് വയലറ്റിനാണ്. ഇനി കണികകളുടെ വലിപ്പവുമായിട്ടുള്ള ബന്ധം അപ്പോൾ ഇവയ്ക്കാണ്. കണികകളുടെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ വിസരണം കൂടും. കണികകളുടെ വലിപ്പം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? വിസരണവും കൂടും. വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും. കണികകളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും എന്താണ്? കൂടുകയാണ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ വിസരണത്തിൻ്റെ നിരക്കും കണങ്ങളുടെ വലുപ്പവും തമ്മിലുള്ള ബന്ധം നമ്മളിപ്പോൾ പറഞ്ഞത്. കണങ്ങളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടുന്നു. ഇനി എന്താണ് ടിൻഡൽ പ്രഭാവം? ഈ വിസരണം പോലെ തന്നെയാണ്, പക്ഷെ അത് കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ കൊളോയിഡൽ ദ്രവത്തിലൂടെയോ അല്ലെങ്കിൽ മിശ്രിതങ്ങളിലൂടെയോ ഒക്കെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികൾ പ്രകാശിതമാകുന്നതിലൂടെ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസം. അതായത് വിസരണം നടക്കുക തന്നെയാണ്, പക്ഷേ അത് കൊളോയിഡൽ പാർട്ടിക്കിൾസിലാണെങ്കിൽ, ഈ വിസരണം നടക്കുന്നത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിനെ നമ്മൾ ടിൻഡൽ പ്രഭാവം എന്ന് വിളിക്കും. വാൽനക്ഷത്രങ്ങളുടെയൊക്കെ തിളക്കത്തിന് കാരണം എന്താ? ഈ ടിൻഡൽ പ്രഭാവമാണെന്നതുകൂടെ ഓർത്തിരിക്കുക. ഇനി പ്രകാശത്തിൻ്റെ പ്രകീർണനം, ഡിസ്പേർഷൻ. പ്രകാശ പ്രകീർണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പേർഷനാണ്. അതായത് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങൾ, 7 വർണ്ണങ്ങളാണ്, ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രകാശ പ്രകീർണനം. അപ്പോൾ എത്ര വർണ്ണങ്ങളാണുള്ളത്? 7 നിറങ്ങളാണ് ഉള്ളത്. 7 നിറങ്ങളാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. അങ്ങനെ 7 വർണ്ണങ്ങളായി പിരിയുന്നതിനെയാണ് പ്രകാശ പ്രകീർണനം. അപ്പോൾ മഴവില്ലുണ്ടാകാൻ ഒരു കാരണം പ്രകീർണനാണ്. പക്ഷെ അത് മാത്രമാണോ ഉള്ളത്? അല്ല, അപവർത്തനമുണ്ട്, അതേപോലെ തന്നെ പൂർണ്ണാന്തര പ്രതിപാദനമുണ്ട്. അപ്പോൾ ഈ പ്രകീർണനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അപവർത്തനം കൊണ്ടാണ് കേട്ടോ. പ്രകീർണം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് അവിടെ പ്രകീർണനം ഉണ്ടായത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ പല വർണ്ണങ്ങളായി പിരിയാൻ കാരണം അവിടെ വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ പ്രകീർണനം ഉണ്ടാകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപവർത്തനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അപവർത്തനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മഴവില്ലുണ്ടാവാൻ കാരണം പ്രകീർണനമുണ്ട്, അപവർത്തനമുണ്ട്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും ഉണ്ട്. അപ്പോൾ ഈ 3 പ്രതിഭാസങ്ങളും ഏതിന് പിന്നിലുണ്ട്? മഴവില്ലുണ്ടാകാൻ കാരണമാണ്. ഇനി മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ഏതാ? പുറംവക്കിൽ കാണുന്ന നിറം ചുവപ്പാണ്. എന്നാൽ ഉള്ളിലായിട്ട് കാണപ്പെടുന്നത് ഏത് നിറമാണ്? വയലറ്റാണ്. പുറംവക്കിൽ കാണപ്പെടുന്നത് ചുവപ്പാണ്, ഉള്ളിൽ വയലറ്റാണ്. അപ്പോൾ ഈ ചുവപ്പ് നിറം ഉണ്ടാക്കുന്ന കോണളവ്, ചുവപ്പ് നിറം ഉണ്ടാക്കുന്ന കോണളവ് 42.7 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഡിഗ്രിയാണ്. വയലറ്റിൻ്റെ ആണെങ്കിൽ 40.8 ആണ്, 40.8 ഡിഗ്രിയാണ്. ചുവപ്പ് നിറം ഉണ്ടാക്കുന്നത് ആംഗിൾ 42.7ഉം വയലറ്റ് നിറം ഉണ്ടാക്കുന്നത് 40.8 ഡിഗ്രിയുമാണ്. ഇനി വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി എന്താണ്? വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി വൃത്താകൃതിയാണ്, അല്ലെങ്കിൽ അർദ്ധവൃത്താകൃതിയിലാണ്. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ വൃത്താകൃതിയാണ്. ഇനി എന്താണ് ദ്വിതീയ മഴവില്ല്? ദ്വിതീയ മഴവില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജലത്തുള്ളിയുടെ ഉള്ളിൽ പ്രകാശരശ്മി 1 പകരം 2 തവണ ആന്തരപ്രതിപതനത്തിന് വിധേയമായാൽ, 1 പകരം 2 തവണ ആന്തരപ്രതിപതനത്തിന് വിധേയമായാൽ അവിടെ ഉണ്ടാകുന്നത് ദ്വിതീയ മഴവില്ലാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറം നമ്മുടെ ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ്. ദ്വിതീയ മഴവില്ലിൽ ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? 53 ഡിഗ്രിയാണ്. 53 ഡിഗ്രിയാണ്. ടെക്സ്റ്റിൽ ഇത് 50 ഡിഗ്രി എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 53 ഡിഗ്രിയാണ് വയലറ്റ് നിറം ഉണ്ടാക്കുന്നത്. 53 ഡിഗ്രി എന്ന് പറയുന്നത് വയലറ്റ് നിറം ഉണ്ടാക്കുന്നതാണ്. 50 ഡിഗ്രി എന്ന് പറയുന്നത് ചുവപ്പ് നിറം ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് SCERT ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മഴവില്ലിൻ്റെ ആകൃതി വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് വൃത്താകൃതിയാണ്. ഈ ദ്വിതീയ മഴവില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജലത്തിനുള്ളിൽ പ്രകാശരശ്മി 1 പകരം 2 തവണ ആന്തരപ്രതിപതനത്തിന് വിധേയമായാൽ അവിടെ ഉണ്ടാകുന്ന ദ്വിതീയ മഴവില്ല. അപ്പോൾ ആ ദ്വിതീയ മഴവില്ലിൽ വയലറ്റിൻ്റെ കോണളവും ചുവപ്പിൻ്റെ കോണളവും നമുക്ക് പറയണം. ഇത് നമ്മുടെ സാധാ മഴവില്ലിൻ്റെ നമ്മളിവിടെ പറഞ്ഞു ഈ 2 ആംഗിളുമാണ്. ദ്വിതീയ മഴവില്ലാണെങ്കിൽ വയലറ്റ് 53 ഡിഗ്രിയും ചുവപ്പാണെങ്കിൽ ഏതാ 50 ഡിഗ്രിയുമാണ് വരുന്നത്. 50 ഡിഗ്രിയുമാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ? പ്രാഥമിക വർണ്ണങ്ങൾ നമുക്കറിയാം പച്ച, പിന്നെ ഏതൊക്കെയാണ്? ചുവപ്പ്, നീല, അല്ലേ? പച്ച, ചുവപ്പ്, നീല എന്നീ 3 വർണ്ണങ്ങളാണ് എന്ത്? പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണമാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് കണ്ടെത്തിയത് ആരാണ്? ഇത് കണ്ടെത്തിയത് തോമസ് യങ് ആണ്. തോമസ് യങ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണ് എന്ന് പറഞ്ഞത് തോമസ് യങ് ആണ്. ഈ പ്രാഥമിക വർണ്ണങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഇത് കൂടിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഏതൊക്കെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ? മഞ്ഞയുണ്ട്. ഓക്കെ, മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ്. മജന്തയുണ്ട്. അതുപോലെ തന്നെ സിയാനുണ്ട്. മഞ്ഞ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? മഞ്ഞ എന്ന് പറഞ്ഞാൽ ചുവപ്പും പച്ചയും കൂടിയിട്ടുള്ളതാണ്. ചുവപ്പ്, റെഡും ഗ്രീനും കൂടിയിട്ടുള്ളതാണ് മഞ്ഞ എന്ന് പറയുന്നത്. മജന്ത എന്ന് പറഞ്ഞാൽ റെഡും ബ്ലൂവുമാണ്.
റെഡും ബ്ലൂവുമാണ്. സിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ബ്ലൂവും ഗ്രീനുമാണ്. ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നാണ് സിയാൻ എന്ന് പറയുന്നത്. ഇനി പൂരകവർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂരകവർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ദ്വിതീയ വർണ്ണത്തോട്, ഇപ്പോൾ ഇതല്ലേ നമ്മുടെ ദ്വിതീയ വർണ്ണം, ഈ ദ്വിതീയ വർണ്ണത്തിൽ ഏതൊക്കെ കളറുകളാണ് ഉള്ളത്? റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് അല്ലേ? മഞ്ഞയിൽ ഓൾറെഡി എന്തുണ്ട്? റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. അപ്പോൾ ഇതിലില്ലാത്ത ഒരു പ്രാഥമിക വർണ്ണം ഏതാ? മഞ്ഞയിലില്ലാത്ത പ്രാഥമിക വർണ്ണം റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. റെഡും ഉണ്ട്, ഇവിടെ ഗ്രീനും ഉണ്ട് അല്ലേ? റെഡും ഗ്രീനും ഉണ്ട്. അതിലില്ലാത്ത ഏതാ? ബ്ലൂ ഇല്ല അല്ലേ? ആ ഇല്ലാത്ത ബ്ലൂ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദ്വിതീയ വർണ്ണം, ഇതാണ് ദ്വിതീയ വർണ്ണം, ഈ ദ്വിതീയ വർണ്ണത്തിൽ ഇതിലില്ലാത്ത മറ്റൊരു നിറം നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ധവളപ്രകാശം, വെള്ള കളർ കിട്ടും. കണ്ടോ? അപ്പോൾ ഇതിനെ ഏതാണോ നമ്മൾ ചേർത്തത് അതിനെ നമ്മൾ പൂരകവർണ്ണം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പൂരകവർണ്ണം എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഒരു ദ്വിതീയ വർണ്ണത്തോട് അതിൽ പെടാത്ത ഒരു പ്രാഥമിക വർണ്ണം ചേർത്താൽ നമുക്ക് എന്താ കിട്ടുക? ധവളപ്രകാശം ലഭിക്കും. അപ്പോൾ അതുപോലെ മജന്തയുടെ ആണെങ്കിലോ, മജന്തയിൽ റെഡും ഉണ്ട് ബ്ലൂ ഉണ്ട്. ഇതിലില്ലാത്ത ഏതാ? ഗ്രീനാണ് ഇല്ലാത്തത്. സിയാനിലില്ലാത്തത് ഏതാണ്? റെഡാണ് ഇല്ലാത്തത്. ഓക്കെ, അതിനെ നമ്മൾ പൂരകവർണ്ണം എന്ന് വിളിക്കും. അതിനെയാണ് പൂരകവർണ്ണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നീലപ്രകാശത്തിൽ ചുവപ്പ് പൂവിൻ്റെ നിറം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നീലപ്രകാശത്തിൽ ചുവന്ന പൂവിൻ്റെ നിറം എന്തായിരിക്കും? ചുവപ്പ് പൂവിൻ്റെ നിറം കറുപ്പാണ് കേട്ടോ. നീലപ്രകാശത്തിൽ ചുവന്ന പൂവിൻ്റെ നിറം കറുപ്പാണ്. അതുപോലെ തന്നെ ചുവപ്പ് പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കറുപ്പ് തന്നെയാണ് കിട്ടുക. ഇനി പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിൻ്റെ നിറം, പച്ചപ്രകാശത്തിലെ മഞ്ഞപ്പൂവ് കാണിച്ചാൽ, പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവ് കാണിച്ചാൽ നമുക്ക് പച്ചയാണ് കിട്ടുക. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവ് കാണിച്ചാൽ നമുക്ക് ഏതാ കിട്ടുക? പച്ച കിട്ടുക. ഇത് രണ്ടും നോക്കി വെക്കുക. എന്താ? കറുപ്പ് കളറാണ് കിട്ടുന്നത്. പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് 1/16 സെക്കൻഡ് നേരത്തേക്ക് അത് അവിടെ തന്നെ തങ്ങി നിൽക്കും. 1/16 സെക്കൻഡ് സമയത്തേക്ക് അത് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കുക. അപ്പോൾ അത് കാരണം അതിനുള്ള ഉദാഹരണങ്ങളാണ് ഒന്ന് ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം, ഒന്നിച്ചിങ്ങനെ കറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വർണ്ണപമ്പരം. അതുപോലെ തന്നെ മഴത്തുള്ളികൾ ഇങ്ങനെ തുടർച്ചയായി താഴേക്ക് പതിക്കുമ്പോൾ സ്ഫടിക ദണ്ട് പോലെ ഒരുമിച്ച് അതിങ്ങനെ തോന്നുന്നത്. അതേപോലെ തന്നെ സിനിമ സ്ക്രീനിൽ ദൃശ്യങ്ങൾ ചലിക്കുന്നതായിട്ട് തോന്നുന്നതൊക്കെ വീക്ഷണ സ്ഥിരത കാരണമാണ്. 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ കണ്ട സംഭവം നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ അതുപോലെ നിൽക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഈ മഴത്തുള്ളികൾ വീഴുന്നതും സിനിമ തിയേറ്ററിൽ ഈ ദൃശ്യങ്ങൾ ചലിക്കുന്ന പോലെ തോന്നുന്നതും. പിന്നെ അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം എന്നൊക്കെ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ലെൻസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കാം. കോൺവെക്സ് ലെൻസും അതുപോലെ കോൺകേവ് ലെൻസും. ഓക്കെ, കോൺവെക്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനില്ല, എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കോൺവെക്സും അതുപോലെ തന്നെ കോൺകേവും. ഓക്കെ, കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിൻ്റെ മധ്യം കനം കൂടിയതാണ്, മധ്യഭാഗം കനം കൂടിയതും എന്നാൽ അതിൻ്റെ വക്കുകൾ കനം കുറഞ്ഞതും. ഓക്കെ, വക്ക് കനം കുറഞ്ഞതുമാണ്. ഇതിൻ്റെ നേരെ റിവേഴ്സാണ് കോൺകേവിൽ ഉണ്ടാവുക. എന്താ? മദ്യം കനം കുറഞ്ഞത്, കനം കുറവ്, പിന്നെ വക്കുകൾ കനം കൂടിയതുമായിട്ടുള്ളതാണ് ഏത്? കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായിട്ടുള്ളതാണ്. ഇതിനെ കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കൺവെർജിങ് ലെൻസ് എന്നാണ് വിളിക്കുക. കൺവെർജിങ്. ഇതാണെങ്കിലോ ഇത് ഡൈവെർജിങ് ആണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഇതിലേക്ക് പ്രകാശരശ്മി വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതിനത് ഒരുമിച്ച് അടുപ്പിക്കുക ചെയ്യുക, ഒരുമിച്ച് കൂട്ടി അടുപ്പിക്കും. ഇതിനെയാണെങ്കിൽ അത് അകത്തി വിടുകയാണ് ചെയ്യുക, രശ്മികളെ അകത്തി വിടുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ഡൈവെർജിങ്. ഇവിടെയാണെങ്കിൽ അത് അടുപ്പിക്കുകയാണ് ചെയ്യുക, ഓരോ രശ്മികളെയും അടുപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അത് കൺവെർജിങ് ലെൻസ് എന്ന് നമ്മളതിനെ വിളിക്കും. ഓക്കെ, ഇനി കോൺവെക്സ് ലെൻസിലുണ്ടാവുന്ന പ്രതിബിംബം, ഇതിലത്തെ പ്രതിബിംബം എങ്ങനെയാണ്? ഇതിലെ പ്രതിബിംബം എന്ന് പറയുന്നത് യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. യഥാർത്ഥം അതുപോലെ തന്നെ തലകീഴായത്, യഥാർത്ഥം തലകീഴായത്. ഇവിടെയാണെങ്കിൽ മിഥ്യയും നിവർന്നതുമാണ്. മിഥ്യ അതേപോലെ തന്നെ നിവർന്നത്. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? കോൺകേവ് എന്ന് പറയുമ്പോൾ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വാതിലുകളിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ വാതിൽ ഘടിപ്പിക്കുന്ന ഈ സ്പൈ ഹോളിൽ, ഓക്കെ, വാതിലിലെ സ്പൈ ഹോളിൽ കേട്ടോ, സ്പൈ ഹോളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഗലീലിയൻ ടെലിസ്കോപ്പിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗലീലിയൻ ടെലിസ്കോപ്പ്.
ടെലിസ്കോപ്പിലും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? കോൺകേവ് ലെൻസ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കോൺവെക്സ് ലെൻസ് എന്തിനൊക്കെയാണ്? ദീർഘദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും ദീർഘദൃഷ്ടി പരിഹരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ? ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ബേണിംഗ് ഗ്ലാസ്. പിന്നെ അതുപോലെ ടി വി, ക്യാമറ, പ്രൊജക്ടർ, അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടി വിയിൽ, അതുപോലെ ക്യാമറ, പ്രൊജക്ടർ തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ വസ്തുക്കളെ വലുതാക്കി കാണാനാണ് കോൺവെക്സ് ഉപയോഗിക്കുക. ഓക്കെ, വലുതാക്കി കാണാൻ, വസ്തുക്കളെ വലുതാക്കി കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വാച്ച് നന്നാക്കാനുള്ള ലെൻസായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതും നമ്മൾ ഏതിലാണ് യൂസ് ചെയ്യുക? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, അതിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ ടെലിസ്കോപ്പ്, അതിലൊക്കെ യൂസ് ചെയ്യും. ഇതാണെങ്കിൽ ഗലീലിയൻ ടെലിസ്കോപ്പിലാണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പിലൊക്കെ കോൺവെക്സ് ആണ്. ദീർഘദൃഷ്ടി, ടി വി, ക്യാമറ, പിന്നെ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ, അതേപോലെ തന്നെ ബേണിംഗ് ഗ്ലാസ് ആയിട്ടൊക്കെ ഏത് ഉപയോഗിക്കാറുണ്ട്? കോൺവെക്സ് ലെൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് ലെൻസിൻ്റെ പവർ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താ? 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ഈ ഫോക്കൽ ലെങ്ത് എന്തിനായിരിക്കണം? മീറ്ററിൽ തന്നെ ആയിരിക്കണം. അതായത് ഇതിപ്പോൾ ഫോക്കൽ ലെങ്ത് നമ്മളോട് പറയുന്നത് 2 മീറ്റർ ആണെങ്കിൽ പവർ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? 1/2. ഇത് മീറ്ററിലാണോ നോക്കണം. അപ്പോൾ 1/2 എന്ന് പറയും. അതായത് 0.5. ഇനി പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. ഇനിയിപ്പോൾ ഫോക്കൽ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിലോ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ 1/2 × 10⁻² ചെയ്യണം. അതെന്തിനാ? ഈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. ഉണ്ടോ? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനാണ് 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. എന്നിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. അപ്പോൾ ഇവിടെ മാറും നമ്മുടെ ആൻസർ. എത്ര വരും? 100/2, 50 ഡയോപ്റ്റർ എന്നാണ് അതിന് ആൻസർ വരിക. കണ്ടോ? അപ്പോൾ ഫോക്കൽ ലെങ്ത്തിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? പവർ കണ്ടുപിടിക്കാൻ. ഇനി ഈ പവറിൻ്റെ കാര്യം, ഈ പവർ എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസിന് പോസിറ്റീവും, അതേപോലെ തന്നെ കോൺകേവ് ലെൻസിന് നെഗറ്റീവുമായിരിക്കും. കോൺകേവ് ലെൻസിന് എന്തായിരിക്കും? അത് നെഗറ്റീവുമായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഈ കോൺവെക്സ് ലെൻസ് നമ്മൾ പറഞ്ഞു ഹൈപ്പർ മെട്രോപ്പിയ, ദീർഘദൃഷ്ടി അല്ലേ? ദീർഘദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്പിയയ്ക്ക് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? കോൺവെക്സ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രസ്ബയോപ്പിയ, വെള്ളെഴുത്ത്. ഓക്കെ, വെള്ളെഴുത്തിനും നമ്മൾ ഏതാ യൂസ് ചെയ്യുക? കോൺവെക്സ് തന്നെയാണ് യൂസ് ചെയ്യുക. ഇനി മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയും. അതിന് നമ്മൾ കോൺകേവ് ആണ് യൂസ് ചെയ്യുക. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് ആണ്. ഇനി അസ്റ്റിഗ്മാറ്റിസം, അതിന് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? സിലിണ്ട്രിക്കൽ ലെൻസാണ് യൂസ് ചെയ്യുക. സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് അതിനെ യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ കോൺവെക്സ്, വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയയ്ക്കും കോൺവെക്സ്, മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിക്ക് കോൺകേവ്, അസ്റ്റിഗ്മാറ്റിസത്തിന് സിലിണ്ട്രിക്കൽ ലെൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രകാശത്തിൽ നിന്ന് പഠിച്ചിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.